മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ കോടതിയോ സർക്കാരോ അതിൽ ഇടപെടരുത്, മറിച്ച് പള്ളി കമ്മിറ്റിയാണ് ആ കാര്യം തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ഹർജിയുമായിട്ട് സുപ്രീം കോടതിയിൽ ചെന്നിരിക്കുകയാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. അപ്പൊ മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾ പ്രവേശിക്കണോ വേണ്ടേ എന്നുള്ളത് മുസ്ലിം കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. അതിന് ഫൈൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ കൃത്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷെ ശബരിമലയിൽ ഇതിങ്ങനെ ആയിരുന്നില്ലല്ലോ. ശബരിമലയിൽ ഒരു കോടതി വിധി വന്നപ്പോൾ, അല്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ സ്ത്രീകൾക്കെതിരെ ഒരു വലിയൊരു അനീതിയാണ് ചെയ്യുന്നത്. ശബരിമലയിൽ സ്ത്രീകൾ കയറിക്കൂടാന്നൊന്നുമില്ല, യുവതികൾ കയറിക്കൂടാന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൊത്തമായിട്ടൊരു വിലക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പുറത്ത് അതല്ല സ്ഥിതി. എന്നിട്ട് പോലും വനിതാ മതിലുണ്ടാക്കി അതിന്റെ ബാക്കിലൂടെ കോടതി വിധി നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ശുഷ്കാന്തി കാണിച്ചിട്ടുള്ള ഒരു സർക്കാരാണല്ലോ ഇവിടെ ഉള്ളത്. നാളെ സുപ്രീം കോടതിയിൽ നിന്നും മുസ്ലിം സ്ത്രീകൾ പള്ളികളിൽ കയറണം എന്നൊരു വിധി വന്നാൽ ഇതുപോലെ നടപ്പിലാക്കാനായിട്ട് പോലീസുമായിട്ട് ഇറങ്ങോ? റോട്ടിൽ കിടന്ന ആൾക്കാരെയൊക്കെ അടിച്ച് അവശതയാക്കുവോ? അതുപോലെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പള്ളികളിൽ കയറണ്ടേ? അത് നടപ്പിലാക്കാന്നുള്ളത് നമ്മുടെ ഇതാണല്ലോ. ഇനി പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തു എന്ന് പറയുമോ? അതുപോലെ ഇനി വല്ല സ്ത്രീകളും ഞങ്ങൾക്ക് ഇപ്പൊ പള്ളിയിലൊന്നും പോകണ്ട, ഞങ്ങൾ വീട്ടിലിരുന്ന് നിസ്കരിച്ചോളാം എന്ന് പറഞ്ഞാൽ കുലംകുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് റെഡി ടു വെയിറ്റ് എന്ന് പറഞ്ഞ സ്ത്രീകളെ അങ്ങനെയാണല്ലോ അധിക്ഷേപിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ അധിക്ഷേപിക്കുമോ? അതിനുള്ള നാക്ക് പൊങ്ങുമോ? ഈ ഇരട്ടത്താപ്പ് മനസ്സിലാക്കിയാൽ ഇവരുടെ മതേതരത്വം എന്ന് പറയുന്ന മുഖം മൂടി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആകും ജനങ്ങൾ. ഇതിലപ്പുറത്തേക്ക് വേറൊരു തെളിവില്ല. ഒരു രീതിയിൽ തന്നെ എല്ലാ മതങ്ങളോടും ഇടപെടുന്നതാണ് മതേതരത്വം. അല്ലാതെ ഒരെണ്ണത്തിനെ തഴുകി ഒരെണ്ണത്തിനെ തല്ലുന്നതിന്റെ പേര് വർഗീയത എന്നാണ്. ആരാണ് അപ്പോൾ വർഗീയത കാണിക്കുന്നത്? ഉത്തരം കമന്റ്.